ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന നെല്ലിക്ക അച്ചാറാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം നെല്ലിക്ക ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അതിനായിട്ടൊരു ഇഡ്ഡലി ചെമ്പിലേക്ക് 1 കിലോ നെല്ലിക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിന് അടിയിൽ വെള്ളം ഒഴിക്കാനായിട്ട് മറക്കരുത്. ഇനി മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 7-8 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആവിയൊക്കെ വന്നിട്ട് നെല്ലിക്ക ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വിനാഗിരിയും വെള്ളവും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് 1/2 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിനാഗിരി എടുക്കുന്നത് നമ്മുടെ പുളിക്കനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വിനാഗിരിയും വെള്ളവും തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വറ്റിക്കേണ്ട. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. നമ്മുടെ നെല്ലിക്ക തണുത്ത് റെഡിയായിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് അല്ലികളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇതുപോലെ അടർത്തിയിട്ട് ഓരോ അല്ലിയായിട്ട് വേർതിരിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നെല്ലിക്ക മുഴുവൻ നമ്മൾ കുരുവൊക്കെ കളഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാറുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലെണ്ണയിൽ തന്നെ അച്ചാർ ഇടണം. അപ്പോഴാണ് ഇത് കേടുകൂടാതെ കുറേ നാൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റുക. ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 കൂടം വെളുത്തുള്ളിയുടെ അല്ലിയാണ് എടുത്തിരിക്കുന്നത്. അത് വലിയ പീസായതുകൊണ്ട് ഞാൻ 2-3 പീസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് നുറുക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ച ടേസ്റ്റ് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്നത് വരെ വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ഒന്ന് ഹാഫ് റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ 3-4 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യമേ ഈ വറ്റമുളകും കറിവേപ്പിലയും ഇട്ട് വഴറ്റുകയാണെങ്കിൽ ഈ വെളുത്തുള്ളി റോസ്റ്റായി വരുന്ന സമയം കൊണ്ട് വറ്റമുളക് കരിയാനുള്ള സാധ്യതയുണ്ട്. ഇനി ഫ്ലെയിം തീരെ കുറച്ചതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് എരിവുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലിയുടെ മിക്സഡാണ് കേട്ടോ. ഇനി 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കണക്കാക്കി കായംപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്രയും ചേർത്ത് കൊടുത്തു. ഇനി കായത്തിന് അളവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഫ്ലെയിം തീരെ കുറച്ചിട്ട് വളരെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ ഒട്ടും തന്നെ കരിയാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. ഇതുപോലെ വളരെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പൊടികളുടെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വിനാഗിരിയും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഒരല്പം ലൂസായിട്ടുള്ള ഗ്രേവിയോട് കൂടിയാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത്. അല്ല നല്ല പെരണ്ട പരുവത്തിലാണ് വേണ്ടതെങ്കിൽ വെള്ളം ഒഴിവാക്കാവുന്നതാണ്. വെള്ളം ഒരിക്കലും പച്ചയ്ക്ക് ചേർക്കാനായിട്ട് പാടില്ല കേട്ടോ. ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ തിളപ്പിച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ വിനാഗിരിയും വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ വിനാഗിരി വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തിളച്ച് വരണം. ഇനി ഇത് തിള വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അച്ചാർ എത്രത്തോളം ലൂസായിട്ട് വേണോ അതനുസരിച്ച് നമുക്ക് വെള്ളവും വിനാഗിരിയും തിളപ്പിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടതൊന്ന് തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ വിനാഗിരിയും വെള്ളവും നമ്മൾ ഓൾറെഡി തിളപ്പിച്ചെടുത്തതാണ്. അതുകൊണ്ട് ഒരുപാട് സമയത്ത് തിളപ്പിക്കേണ്ട കാര്യമില്ല. ഇവിടെ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആവി കയറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക ഇതുപോലെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് ഒരുപാട് സമയത്ത് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഓൾറെഡി നമ്മൾ ആവി കയറ്റി നെല്ലിക്ക വേവിച്ചെടുത്തതാണ്. ഈ മസാലയിലിട്ട് വളരെ കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ സമയത്ത് അധികം ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ മസാലയിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പിൻ്റെയും കായത്തിൻ്റെയൊക്കെ അളവൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് സമയം കൂടി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. നെല്ലിക്കയിൽ മസാല നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇരിക്കുന്നതോറും ഗ്രേവി ഒന്നുകൂടി കുറുകി വരും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. തണുത്തതിന് ശേഷം നെല്ലിക്ക അച്ചാർ കണ്ടില്ലേ, നല്ല പാകത്തിന് റെഡിയായിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള പരുവത്തിലായിട്ടുണ്ട്. ഇനി ലൂസായിട്ട് വേണ്ടവർക്ക് ആ ഒരു പരുവത്തിൽ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് തണുത്തതിന് ശേഷം ഗ്ലാസ് ജാറിലോ ഭരണിയിലോ മാറ്റി കൊടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഉറപ്പായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിനു മുമ്പ് നമ്മൾ ചാനലിൽ മുഴുവനുള്ള നെല്ലിക്കയുടെ അച്ചാറിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു.
കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കയറി കണ്ടേക്കണേ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.